ഹലോ ഗൈസ്, ലില്ലി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ കുറേ അടീനിയത്തിൻ്റെ തൈകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ഇളക്കി റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അത് ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ സന്ധ്യാസമയത്താണ് ഞാൻ ഇതുപോലെ ഇത് കണ്ടോ, ഇതുപോലെ ചട്ടികളിൽ തിങ്ങി നിറഞ്ഞ് നിന്നതായിരുന്നു കേട്ടോ തൈകൾ. ഒരു ചട്ടിയിൽ തന്നെ ഒരു 5, 6, 7 തൈ ഇങ്ങനെ വീതം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെയൊക്കെ ഇളക്കി വേറെ ചട്ടികളിലാക്കിയിട്ടുണ്ട് കണ്ടോ. അതുപോലെ ഇതിപ്പോൾ ചെറിയ ചട്ടി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു വലിയ ചട്ടിയിലോട്ട് ഇളക്കി നടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നട്ടത് ചകിരിച്ചോറും മണലും, വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ചാണകപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. കാരണം മഴ ആയതുകൊണ്ട് ചാണകപ്പൊടി ഇട്ടാൽ ചിലപ്പോൾ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മണലും മണലും ചകിരിച്ചോറും മാത്രം മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇളക്കി കുറേ സമയമായി കേട്ടോ. ഇത് ഞാൻ നടാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. വലിയ തൈകളെല്ലാം വലിയ ചട്ടിയിലോട്ട് നട്ടു, കുഞ്ഞു തൈകളെല്ലാം ചെറിയ ചട്ടിയിലോട്ട് നട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഉള്ളതിലെ ഏറ്റവും വലിയ ചെടി ഇതാണ് കേട്ടോ. അപ്പം ഞാൻ അതിനൊരു വലിയ ചട്ടിയിൽ നട്ടിട്ടുണ്ട്. ഇത്രയും ചെടി ഞാൻ കുറേ സമയം കുത്തിയിരുന്ന് നട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നിങ്ങളെ കാണിച്ചത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കള്ളം പറയുന്നതായിരിക്കുമെന്ന് വിചാരിച്ചാലോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെറിയ ചട്ടിയിൽ നിന്ന തൈകളാണ് കേട്ടോ. അതിനെയൊക്കെ ഇളക്കിയെടുത്ത് ഞാൻ വലിയ ചട്ടിയിൽ നട്ടത്. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നത് ഇത് കുറച്ചുകൂടെ വളർന്നതിന് ശേഷം ഇതിനെ ഞാൻ ഇളക്കി മാറ്റി നടുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ കുറച്ച് അടിയനത്തിൻ്റെ തൈകളൊക്കെ ചീഞ്ഞു പോയി മഴ സമയത്ത് കേട്ടോ. അപ്പോൾ എനിക്കത് വിഷമം തോന്നി, ചീഞ്ഞു പോയ ചെടികളെക്കുറിച്ച് വിഷമം തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു ചീഞ്ഞതിനെക്കുറിച്ചോ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോ നമ്മൾ വിഷമിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയുള്ള ചെടികളെയൊക്കെ അതിന് നല്ല വൃത്തിയെ നട്ട് വളർത്തി അതിനെ സൂക്ഷിച്ചെടുക്കുക. കാരണം ഈ പെരുമഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് 2 വലിയ ഉള്ള ചെടിയാണ് എനിക്ക് ചീഞ്ഞു പോയത് കേട്ടോ. പൂവൊക്കെ പൂത്തു നിന്ന ചെടിയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞാൻ കുറേ സമയം കുത്തിയിരുന്ന് നട്ടു വെച്ചതാണ് കേട്ടോ. സന്ധ്യയായി. അപ്പോൾ ഞാൻ ഇത്രയും നേരം ചെടി നട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ അടീനിയത്തിൻ്റെ തൈകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്കും ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഷെയർ ചെയ്ത് കൊടുത്താലും ഇപ്പോൾ എല്ലാവരും കാണണമെന്നില്ല ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എൻ്റെ ഈ അടീനിയൻ ചെടികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം, അവർ വളരുവാൻ സഹായിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ മൊത്തം ചകിരിയും മണ്ണും ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ. എനിക്ക് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ അടീനിയത്തിൻ്റെ ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ലില്ലി ബ്ലോഗിലേക്ക് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും അവസാനം വരെ ഈ വീഡിയോ കാണണം കേട്ടോ. എന്നിട്ട് എനിക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് കുറവാണ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ ചാനലാണ് കേട്ടോ. ലില്ലി എന്നാണ് ബ്ലോഗിൻ്റെ പേര്. അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നതാണ് കേട്ടോ. ഇതിൽ പല കളറുണ്ട് കേട്ടോ. ഇതിൽ ഒരു കളർ മാത്രമല്ല, ഇത് ഒരുപാട് മഞ്ഞ, വെള്ള, ഇങ്ങനെ പല പല കളറിൻ്റെ വിത്തുകളെല്ലാം കൂടെ എടുത്താണ്. അപ്പോൾ എനിക്ക് ഒരു വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ വിത്ത്. അപ്പോൾ അതിൻ്റെ വിത്തെല്ലാം കൂടെ ആണ് ഇത് പാകി ഇത്രയും മുളപ്പിച്ചെടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വിത്ത് ഇവിടെ തന്നിട്ടുണ്ട്. എനിക്ക് മഞ്ഞയുടെ വയറ്റിൻ്റെ വിത്ത് തന്നത് ഇത് കണ്ടു. ഇതെനിക്ക് അവർ പിന്നെ വീണ്ടും തന്നതാണ് കേട്ടോ. ഈ വിത്ത് ഫ്രീ ആയിട്ട് തന്നതാണ്. കുറച്ച് ഒരു 10-11 വിത്ത്, 2 കളറുണ്ട് ഇതിൽ, വൈറ്റും മഞ്ഞ. ഇതിന് പൂക്കുമ്പോൾ ഏത് കളറാണെന്ന് അറിയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോയും കൂടെ നിങ്ങളെ കാണിക്കുന്നത്. അത് കിളിർത്ത് വരുന്നതേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നതാണ് കേട്ടോ.